അപ്പു എന്ന ചിത്രത്തിൽ എം.ജി. ശ്രീകുമാർ ആലപിച്ച ഗാനവുമായാണ് സാരംഗിന്ന് ടോപ്പ് സിംഗർ. ഓ, എന്ത് രസമായിട്ട് ആ ശബ്ദം ഇങ്ങോട്ട് എത്തുന്നത്. ഒന്നിനും തടയാൻ പറ്റാത്തൊരു ശബ്ദം. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് റിച്ചൽ എന്ന ടോപ്പ് സിംഗർ. എന്റെ കോളനിയിലുള്ള പയ്യനായോണ്ട് പറയല്ല, അസലായിട്ട് പാടി. സൂപ്പർ ആയിട്ട് നല്ല എല്ലാവരും ഡാൻസ് കളിച്ച് ആഘോഷിച്ചിട്ട്. എസ് ബാലകൃഷ്ണന്റെ സംഗീതത്തിൽ എം.ജി. ശ്രീകുമാറും മിൻമിനിയും ചേർന്നാലപിച്ച ഗാനമാണ് താരം. മാത്രല്ല എനിക്ക് വരെ ഇങ്ങനെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നില്ല. ദയ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ദിയാക്കുട്ടി എന്ന് നാളെ കേരളം കേൾക്കേണ്ട, കേരളം ഏറ്റെടുക്കേണ്ട ഒരു വോയിസിനെ വളർത്തിക്കുന്നു. വിശാൽ ഭരദ്വാജിന്റെ സംഗീതത്തിൽ സുജാത ആലപിച്ച ഗാനമാണ് താരം മനോഹരം. ഹോൾ ഫാമിലി ഇവിടെ ഒരു സ്പെക്ടാക്കുലർ പെർഫോമൻസ് ആണ്, സ്റ്റേർലിംഗ് പെർഫോമൻസ്. മിന്നലെ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനവുമായാണ് സുഭദ്രക്കുട്ടി എന്ന് ടോപ്പ്. ഫോക്കിന് ഫോക്ക്, മെലഡിക്ക് മെലഡി, കർണാട്ടിക്കിന് കർണാട്ടിക്, എല്ലാ കുഞ്ഞാറ്റയ്ക്ക് പാടാൻ പറ്റിയോ. ഹരീഷ് ജയരാജിന്റെ സംഗീതത്തിൽ ബോംബെ ജയശ്രീ ആലപിച്ച ഗാനമാണ് പ്രൂവിംഗ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. രാവണപ്രഭു എന്ന ചിത്രത്തിൽ കെ.ജെ. യേശുദാസ് ആലപിച്ച ഗാനവുമായാണ് റിയാൻകുട്ടി. ആകാശദീപങ്ങൾ സാക്ഷി. ഇതെന്തിനാന്നറിയോ? എന്റെ ഹൃദയത്തിന് ഹൃദയത്തിൽ റിയാൻകുട്ടൻ ഒരു പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. വൈശാലി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ഫാമിലി റൗണ്ടി ആവണി. ഇതൊരു ഭയങ്കര എഫേർട്ടാണ് കേട്ടോ ഫാമിലിയുടെ. അച്ഛൻ ശരിക്കും ആ ക്യാരക്ടറായിട്ട് തോന്നുകയാണ്. ബോംബെ രവിയുടെ സംഗീതത്തിൽ ദിനേശൻ ലതികയും ചേർന്നാലപിച്ച ഗാനം. ആ സോങ്ങിന് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട്. 16 വയതിനില്ലേ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനവുമായാണ് ദുർഗ. എനിക്ക് സത്യത്തില് പറയാൻ വാക്കുകൾ വരുന്നില്ല. ഇങ്ങനെ ഒരാൾ പാടുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നത്. ഇളയരാജയുടെ സംഗീതത്തിലെ ജാനകിയം ആലപിച്ച ഗാനമാണ് താരം പാട്ടിന്റെ ഓരോ നുവാൻസസും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചെന്തൂര പൂവെ എത്ര പ്രാവശ്യം പാടിയോ അപ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് താരങ്ങളുടെ മനോഹര ആലാപനങ്ങളും മനോഹര പ്രകടനങ്ങളും കാണാൻ